ഹലോ ഒന്ന് ക്യാരറ്റ് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ ക്യാരറ്റ് പായസം തന്നെ കേട്ടോ. നമ്മൾ ഇന്നലെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വാങ്ങിയപ്പോൾ കുറച്ച് ക്യാരറ്റ് അധികം. അപ്പോൾ നേരത്തെ ഞാൻ ഈ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ സാബുനേരെ കുറച്ച് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അത് വെച്ച് നമ്മളൊരു കടായിട്ട് അതിലേക്ക് നെയ്യ് ഇട്ടു. മുന്തിരിക്ക് ഒരു വികാരമുള്ളതിന് മുന്തിരി ഞാൻ ഉണ്ടാറില്ല കേട്ടോ പായസത്തിൽ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടൊന്ന് ജസ്റ്റ് വറുത്തെടുത്ത് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് അല്പം പഞ്ചസാരയും കൂടി ഇട്ടിടും. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ബാക്കി കുറച്ച് അതിൽ നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു. പിന്നെ അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ സോക്ക് ചെയ്ത് സാബുനരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ആലോചിച്ച് നമ്മൾ കണ്ടൻസ് മിൽക്ക് വേഗം അപ്പം തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കേട്ടോ. അതിനുശേഷം നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടി അതിലേക്ക് എന്ന് കുറച്ച് ടൈറ്റായി പോയി കേട്ടോ. അതിനുശേഷം നമ്മൾ ലേശം ഏലക്ക പൊടിച്ചും കൂടി അതിലേക്ക് ഇട്ടെടുത്തു. പിന്നെ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കുക. സംഭവം പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.